ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം സ്നേഹത്തെക്കുറിച്ചാണ്. ഒരുപാട് തരം സ്നേഹമുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹം, അത് വേറൊരു സ്നേഹം. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അത് വേറൊരു സ്നേഹം. അതുപോലെ അപ്പനും അമ്മയും അത് മറ്റൊരു സ്നേഹം. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ആഴവും നീളവും കൂട്ടാൻ വേണ്ടി ഉള്ള സ്നേഹമാണ്. എന്നാൽ അതിലുപരിയായി ഒരു കാമുകനും കാമുകിക്കും വരുന്ന സ്നേഹം ഇതിലുള്ളതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള സ്നേഹമാണ്. അവസാനം ആ സ്നേഹം ചെന്നെത്തിത്തീരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ്, ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് തേച്ചേമിച്ച് പോകുമെന്ന് പറയും. അതായത് ആ സ്നേഹത്തിന് അല്പനേരമേ വിലയുള്ളൂ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എന്നാൽ അമ്മൂമ്മയുടെ സ്നേഹം, അതായത് വയസ്സി എന്ന അമ്മൂമ്മ അപ്പൂപ്പൻ, ആ സ്നേഹം അത് അറിവിൻ്റെ സ്നേഹമാണ്. അത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം തൻ്റെ മക്കൾക്ക് അതൊക്കെ ഇറിറ്റേഷനായി തോന്നും. എന്നാൽ ആ പഴഞ്ചൊല്ലുകളൊക്കെ ഇന്ന് സത്യമാണ്, അല്ലേ? ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് ആർക്കും അളക്കാൻ പറ്റത്തില്ല. ഇത്രയും മാനുഷിക സ്നേഹങ്ങളാണ്. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം മാനുഷിക സ്നേഹങ്ങളാണ്. അതിനപ്പുറത്തൊരു സ്നേഹമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. ചിലർ പറയും, എൻ്റെ അമ്മയും അപ്പനും കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവർ. എന്നാൽ ഒരു കാമുകിയെ കിട്ടുമ്പോൾ അമ്മയപ്പനും ഏറെ ദൂരെ മാറിയിരിക്കേണ്ടി വരും, സഹോദരി മാറിയിരിക്കേണ്ടി വരും. ആ കാമുകിയോടുള്ള സ്നേഹം ആഴത്തിൽ, അളവിൽ കൂടുതലുള്ള സ്നേഹമായിരിക്കും. അവസാനം കറിയിലിട്ട കറിവേപ്പില പോലെ ആ സ്നേഹത്തെ വലിച്ചെറിയുന്ന സ്നേഹം. അപ്പോൾ എത്ര തരം സ്നേഹമുണ്ട് നമുക്ക്, അല്ലേ? ആ സ്നേഹത്തെ എല്ലാം നാം ഒന്ന് എണ്ണി നോക്കൂ, പഠിച്ചു നോക്കൂ. എന്നാലും വിട്ടുപിരിയാത്തൊരു സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് യേശു ക്രിസ്തു തരുന്നത്. ഞാൻ തരുന്ന സ്നേഹവും ഞാൻ തരുന്ന സമാധാനവും ലോകം മുഴുവൻ തരുന്ന സ്നേഹത്തെക്കാളും സമാധാനത്തെക്കാളും വലിയതാകുന്നു. ആമേൻ.